ഇടുക്കിയിൽ ശക്തമായ മഴയിൽ ഒരു വീട് കേടുപാടുകൾ സംഭവിച്ചുവെന്ന വാർത്തകൾ വരികയാണ്. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജെയിൻ, എവിടെയാണ് അപകടമുണ്ടായത്? വലിയ അപകടമാണോ? മാധു, കാഞ്ഞിരവേലിയിലാണ് ഈ അപകടം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വെട്ടിപ്ലാക്കൽ അനീഷ് എന്ന് പറയുന്ന ആൾ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന വീടാണ്. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇതിന്റെ അകത്ത് ഈ കുടുംബാംഗങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് അവർ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ അനീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് രാവിലെ സംഭവിച്ചത്? രാവിലെ 5 മണിക്ക് മുമ്പ് ഞാൻ എണീക്കുമ്പോൾ ഈ പെര വലിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പട്ടി എന്നെ ഇങ്ങോട്ട് ഇറക്കിയില്ല. അപ്പോൾ അപ്പോഴത്തേന് ഈ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ് മാറ്റി. അപ്പോഴത്തേന് ഞാൻ ആ മുറിയിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് വലിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി മുറ്റത്തേക്ക് ചാടി. അത്രയാണ് ഇത്. അപ്പോഴത്തേനും മൊത്തം അങ്ങ് ഇരുന്നു. വേറെ ഇത് ഇല്ല, ഓടൊന്നും ചാടിയൊന്നുമില്ല. ഇവക്കടെ മേത്തേക്ക് 2 ആസ്പെറ്റാസ് മുമ്പോസ്റ്റ് ഇരുന്ന് അത് ചാടി അവളപ്പത്തെ മുറ്റത്തേക്ക് ചാടി. ആസ്പെറ്റാസ് അങ്ങ് തകർന്നങ്ങ് പോയി, മറന്നു. വലിയ മഴയും കാറ്റുമായിരുന്നു. ഭയങ്കര മഴയും കാറ്റുമായിരുന്നു. ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയതാണ്. പിന്നെ രാത്രി മൊത്തം മഴയായിരുന്നു. രാത്രി ആ മഴയ്ക്കാണ് ഇത് സംഭവിച്ചത്. ഈ വീട് നഷ്ടപ്പെട്ടു. ഇനിയിപ്പം മറ്റൊരു വീടൊക്കെ ഉണ്ടാക്കാൻ ഉള്ള സാമ്പത്തികമൊക്കെ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ സാഹചര്യം? എന്താ? ഞങ്ങളുടെ സാഹചര്യം വളരെ മോശം. സാമ്പത്തികമൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ എങ്കിലും ഞങ്ങൾക്ക് ഒരു വീട് കിട്ടിയാൽ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് ഈ വീട് മൊത്തം തകർന്നു. എങ്ങനെ പോകുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു ഈ വീട്. ഞങ്ങൾക്ക് വേറെ ഒരു നിർവാഹവും ഇല്ല എന്നൊരു വീടിന് വേണ്ടിയിട്ട്. വില്ലേജിൽ നിന്നോ പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നിരുന്നോ? പഞ്ചായത്തിൽ നിന്ന് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും വന്നായിരുന്നു. വില്ലേജിൽ നിന്ന് ആരും വന്നില്ല. മെമ്പറും പ്രസിഡന്റും മാത്രമേ വന്നുള്ളൂ. അവരെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ കുടുംബത്തിന് കയറി കിടക്കാൻ ഇടമില്ലാത്തൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് നാട്ടുകാർ ഇടപെട്ട് ഇവിടെ ഒരു ഷെഡ് നിർമ്മിക്കുന്നുണ്ട്. അടിയന്തരമായി തന്നെ അവർ ആ കാര്യത്തിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷെഡ്, താൽക്കാലികമായിട്ട് ഒരു ഷെഡ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഈ കുടുംബത്തിന് ഇവിടെ താമസിക്കാൻ കഴിയും. പക്ഷെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വീട്, സുരക്ഷിതമായിട്ടുള്ള വീട് എന്നത് പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഒരു താൽക്കാലിക ആവശ്യം എന്ന നിലയിലാണ് ഒരു ഷെഡ് നിർമ്മിച്ച് ഇന്ന് തന്നെ ഈ കുടുംബത്തിന് ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും നാട്ടുകാരും അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഒരു കരുതലും ഇടപെടലും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാധു, ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലാണ് ശക്തമായ മഴയിൽ വീട് ഒന്നാകെ ഇടിഞ്ഞ് താണുപോയിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് അവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് വീട് പല ഇടങ്ങളിലേക്ക് വലിഞ്ഞു പോകുന്നതും ഇരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അവർ അവിടെ നിന്ന് മാറി നിന്നത്. എന്തായാലും അവർക്ക് തൽക്കാലത്തേക്ക് താമസിക്കാനുള്ള ഒരു ഷെഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ ആശ്വാസകരമായ കാര്യമാണ്.